ഹേ ഗായ്സ്, ദിസ് ഈസ് സോജ ടാരോട്ടിലേക്ക് എല്ലാവരെയും ഞാൻ വെൽക്കം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ റീഡിംഗ് കറൻറ്റ് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ ആണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ പറ്റിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചിന്തിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ വീണ്ടും ഒരു കോണ്ടാക്റ്റ് കിട്ടാനുള്ളൊരു ചാൻസ് ഉണ്ടോ? അങ്ങനെ എന്തൊക്കെ കാര്യങ്ങളാണ് റിലേഷൻഷിപ്പ് ബേസ് ചെയ്തിട്ട് മുന്നോട്ടേക്ക് നടക്കാൻ പോകുന്നത് എന്ന് നോക്കാം. ഓക്കെ, കാർഡ്സിൽ എന്തൊക്കെ വരുന്നു അതെല്ലാം തന്നെ ഞാൻ പറഞ്ഞു തരാം. ഇന്നിവിടെ ഞാൻ 2 പൈലാണ് ചൂസ് ചെയ്യാനായി വെച്ചിട്ടുള്ളത്. പൈൽ നമ്പർ 1 ആൻഡ് പൈൽ നമ്പർ 2. ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്തിട്ട് ഏത് പൈലാണോ നിങ്ങൾക്ക് കൂടുതലായി അട്രാക്റ്റായി തോന്നുന്നത് അത് ചൂസ് ചെയ്യാവുന്നതാണ്. വീഡിയോ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ടും നോക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ചൂസ് ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഫസ്റ്റ് പൈൽ നിങ്ങളുടെ റീഡിങ്ങിലേക്ക് പോകാം. അതിന് മുൻപായി ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഇൻസ്റ്റലിങ് കൊടുത്തിട്ടുണ്ട്, കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതിന് ആർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കോളിംഗ് സ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ റേക്കി ഹീലിംഗ് സ്ലോട്ടും അവൈലബിൾ ആണ്. ബുക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ്. സോ നമ്മൾക്ക് നോക്കാം. ഓക്കെ, പോസിറ്റീവായിട്ടിരിക്കുക. ഓക്കെ, ഫസ്റ്റ് പൈൽ നമുക്ക് നോക്കാം. പോസിറ്റീവായിട്ടിരിക്കുക. യൂണിവേഴ്സ്, ഏഞ്ചൽസ്, ഡിവൈൻ. ഫസ്റ്റ് പൈൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ പേഴ്സണെ പറ്റി അറ്റ് പ്രസൻറ്റ് ചിന്തിക്കുക. ഓക്കെ, നമുക്ക് നോക്കാം. ആൻഡ് ഫസ്റ്റ് കാർഡ് 10 ഓഫ് റോഡ്സ് ആണ് വന്നിട്ടുള്ളത്. ദ എംപ്രസ് കിട്ടിയിട്ടുണ്ട് ആൻഡ് ബോട്ടം ഓഫ് ദി ഡെക്ക് കിട്ടിയിട്ടുള്ളത് ഏസ് ഓഫ് കപ്സ് ആണ്. സോ അറ്റ് പ്രസൻറ്റ് ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കുറച്ചൊരു സ്ട്രഗ്ലിംഗ് ഫേസ് ആണ് ആളുടെ ലൈഫിൽ, ആളുടെ പേഴ്സണൽ ലൈഫിൽ കാണാൻ സാധിക്കുന്നത്. അതായത് ആളുടെ സിറ്റുവേഷൻ കുറച്ചൊരു സ്ട്രഗ്ലിംഗ് ഫേസിലാണ് ഇപ്പോൾ കാണാൻ പറ്റുന്നത്. ഓക്കെ, മേ ബി പേഴ്സണൽ ലൈഫ് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ കരിയർ വൈസ് ക്യാഷ് വൈസ് എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളോ, ഒരു മണി മൈൻഡ് ഭയങ്കരമായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തിക്ക് അറ്റ് പ്രസൻറ്റ് കുറച്ച് ക്യാഷിൻ്റെ ആവശ്യം കൂടുതലുള്ളതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, സോ കുറച്ചൊരു സ്ട്രഗ്ലിംഗ് ഫേസ് ആണ്. ഫസ്റ്റ് തന്നെ 10 ഓഫ് റോഡ്സ് ആണ്, ആളുടെ സിറ്റുവേഷനാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. സോ 10 ഓഫ് റോഡ്സ് വരിക എന്ന് പറയുമ്പോൾ കുറച്ചൊരു സ്ട്രഗ്ലിംഗ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ആൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലാണെങ്കിലും ഭയങ്കര ഒരു കൺഫ്യൂഷൻ, കാര്യങ്ങൾ എന്ത് ഡിസിഷൻ എടുക്കണമെന്നറിയാൻ പറ്റാതെ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ. മേ ബി എന്തെങ്കിലും തേർഡ് പാർട്ടി സിറ്റുവേഷനോ കാര്യങ്ങളോ ഉണ്ടായിരിക്കാം. ദ എംപ്രസ് വന്നിട്ടുണ്ട്, ഏസ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. ഇവിടെ ഒരു ചീറ്റിംഗ് എനർജിയോ കാര്യങ്ങളോ ഒന്നും കാണാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിലും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലാണ്. മുന്നോട്ടേക്ക് എന്ത് ഡിസിഷൻ എടുക്കണമെന്നറിയാൻ പറ്റുന്നില്ല. ഓക്കെ, ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഏസ് ഓഫ് കപ്പാണ്. നിങ്ങൾക്ക് ഇവിടെ ഒരു ഹോപ്പുണ്ട്. പോസിറ്റീവായിട്ട് തന്നെ ഈ ഒരു കണക്ഷൻ മുന്നോട്ടേക്ക് വരുമെന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും സ്ട്രോങ്ലി മാനിഫെസ്റ്റ് ചെയ്യാം. ഒരു പോസിറ്റീവ് ഔട്ട്കം ഇതിന് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. ഇപ്പോൾ എന്തെങ്കിലും ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനോ കാര്യങ്ങളോ സെപ്പറേഷനിലുള്ളവർക്കാണെങ്കിൽ ഈ ഒരു റീഡിങ്, ഈ ഒരു ഫസ്റ്റ് പൈൽ ഭയങ്കര പോസിറ്റീവായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി അറ്റ് പ്രസൻറ്റ് എന്തെങ്കിലും ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുന്നുണ്ട്, ഒരു സ്മൂത്ത് ഗോയിങ് അല്ല, കുറച്ചൊരു നിങ്ങളുടെ കണക്ഷൻ അത്രയ്ക്കൊരു കോൺവെർസേഷനോ കാര്യങ്ങളോ ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷനൊന്നും ഇല്ലാന്നുണ്ടെങ്കിലും നിങ്ങൾ ഒരുപാട് വിഷമിക്കേണ്ടതായിട്ടില്ല. അറ്റ് പ്രസൻറ്റ് നിങ്ങളുടെ വ്യക്തിക്ക് കുറച്ചൊരു സ്പേസാണ് ആവശ്യം. ഓക്കെ, മേ ബി ചിലരുടെ ലൈഫിൽ കുറച്ച് സ്പേസ് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അവർക്കൊരു സമാധാനം, അല്ലെങ്കിൽ അവർക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നൊരു സിറ്റുവേഷനിലേക്ക് വരും. സോ അത് തന്നെയാണ് ഇവിടെ നമ്മൾക്ക് ഈ ഒരു ഫസ്റ്റ് പൈലും കാണാൻ സാധിക്കുന്നത്. ആൻഡ് ഒരു ഫെമിനൈൻ എനർജി നിങ്ങളുടെ പേഴ്സണെ ഭയങ്കരമായിട്ട് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന രീതിയിലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയെ ഭയങ്കരമായിട്ട് സ്വാധീനിക്കുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. ഓക്കെ, ദ എംപ്രസ് വന്നിട്ടുണ്ട്. സോ എന്നാലും നിങ്ങളുടെ അടുത്തേക്ക് ഭയങ്കര ഒരു അറ്റാച്ച്മെൻറ്റ്, നിങ്ങളുടെ അടുത്ത് ഭയങ്കര ഒരു അറ്റാച്ച്മെൻറ്റ് ഉള്ളതായിട്ട് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരുപാട് ഇഷ്ടമുണ്ട്. വീണ്ടും സംസാരിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളോ വാക്ക് തർക്കങ്ങളോ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതെല്ലാം പറഞ്ഞു തീർക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഒരു 30 ദിവസത്തിലൊക്കെ പോസിറ്റീവായിട്ട് ഈ ഒരു പേഴ്സൻ്റെ സൈഡിൽ നിന്ന് നിങ്ങൾക്കൊരു മെസ്സേജ് കോളെങ്കിലും പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, ചെറിയൊരു മാറ്റം ഈ ഒരു പേഴ്സൻ്റെ എനർജിയിൽ, അതായത് 10 ഓഫ് റോഡ്സിൽ നിന്ന വ്യക്തിക്ക് ഒരു മാറ്റം വരാൻ പോകുന്ന ഒരു സമയമാണ്. മേ ബി ഒരു ഹീലിംഗ് പ്രോസസ്സ് പോലെ പല കാര്യത്തിൻ്റെയും ഒരു തിരിച്ചറിവ്, ഒരു ട്രാൻസ്ഫർമേഷൻ പീരീഡ് തന്നെ ആയിരിക്കാം. ഓക്കെ, നിങ്ങൾ സ്ട്രോങ്ലി മാനിഫെസ്റ്റ് ചെയ്യുന്നതിൻ്റെ, യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യുന്നതിൻ്റെ അത്രത്തോളം ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് നിങ്ങൾ സ്ട്രോങ്ലി മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം. കുറച്ചൊരു സ്പേസ് കൊടുക്കുക, നോ കോണ്ടാക്ട് റൂൾ അപ്ലൈ ചെയ്യുന്നതും നല്ലതായിരിക്കും.
നിങ്ങളെ ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഒന്നുമല്ല, നിങ്ങളെ നല്ല രീതിയിൽ ഇഷ്ടമുണ്ട്. അതേപോലെ തന്നെ ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാരണം സ്റ്റക്കായി നിൽക്കുന്നൊരവസ്ഥയിലാണ്. ആൻഡ് പേഴ്സണൽ ലൈഫ് ഇഷ്യൂസും ക്യാഷ് വൈസ് ഇഷ്യൂസും ഇവിടെ ഈ ഒരു ഫസ്റ്റ് പൈലിൽ നിങ്ങളുടെ വ്യക്തിയെ സംബന്ധിച്ച് കാണാൻ കഴിയുന്നുണ്ട്. ഓക്കെ, ഇത്രയുമാണ് നമ്മൾക്ക് ഫസ്റ്റ് സെക്ഷനിൽ കിട്ടിയിട്ടുള്ളത്. ബാക്കി എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, പോസിറ്റീവായിട്ടിരിക്കുക. യൂണിവേഴ്സ്, ഏഞ്ചൽസ്, ഡിവൈൻ, ഫസ്റ്റ് പൈൽ. ഓക്കെ, ജഡ്ജ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ വ്യക്തി ഒരുപാട് കൺഫ്യൂസ്ഡ് ആണ്. അതായത് എങ്ങോട്ടാണ് ഈ കണക്ഷൻ പോയിക്കൊണ്ടിരിക്കുന്നത്, ഇതിൻ്റെ ഒരു ഔട്ട്കം എന്തായിരിക്കും, മുന്നോട്ടേക്ക് കൊണ്ടുപോയാൽ എന്തായിത്തീരും, ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിലുണ്ട്. എന്നാൽ നിങ്ങളാകട്ടെ എല്ലാം യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്യുന്നൊരു സിറ്റുവേഷൻ മുന്നോട്ടേക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മേ ബി ഓൾറെഡി എല്ലാം യൂണിവേഴ്സിൻ്റെ കൈകളിൽ ഏൽപ്പിച്ചിട്ടുണ്ടായിരിക്കാം. ഓക്കെ, ഇതിൽ എന്ത് വന്നാലും അത് നല്ലത്, ഒരു നല്ല തീരുമാനം, യൂണിവേഴ്സ് അതാണ് തീരുമാനിക്കുന്നതെങ്കിൽ അങ്ങനെ പോകട്ടെ എന്നൊരു തീരുമാനത്തിലേക്ക് നിങ്ങൾ എത്തിയിട്ടുണ്ടായിരിക്കാം. സോ നമ്മൾക്ക് അടുത്തൊരു കാർഡ് കൂടി നോക്കാം. യൂണിവേഴ്സ്, ഏഞ്ചൽസ്, ഡിവൈൻ. കുറച്ചൊരു സമയമാണ് ഈ ഒരു ഫസ്റ്റ് പൈലിനെ സംബന്ധിച്ച് ആവശ്യമായിട്ട് നിൽക്കുന്നത്. ദ എംബ്രർ ആൻഡ് ബോട്ടം ഓഫ് ദി ഡെക്ക്, കിങ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. ദ എംബ്രസ് നമ്മൾക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ടായിരുന്നു. ദ എംബ്രർ ആൻഡ് ദ എംബ്രസ്. ഓക്കെ, സോ റിലേഷൻഷിപ്പിലൊരു സ്റ്റെബിലിറ്റിയാണ് നിങ്ങൾ രണ്ടുപേരും ചിന്തിക്കുന്നത്. രണ്ടുപേരും കുറച്ചൊരു ഈഗോ ഉള്ള വ്യക്തികളായിട്ടും അതേപോലെ തന്നെ നിങ്ങളുടെ വ്യക്തിക്ക് അറ്റ് പ്രസൻറ്റ് ക്യാഷിന് നല്ലൊരു ആവശ്യമുള്ളതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട്. മേ ബി കരിയർ വൈസ് എന്തെങ്കിലും പ്രശ്നങ്ങളോ ജോലി സ്ഥിരതയില്ലാത്തൊരവസ്ഥയോ കാര്യങ്ങളോ ഓക്കെ, അല്ലെങ്കിൽ കുറച്ചും ആഴ്ചകൾക്ക് ഉള്ളിൽ തന്നെ ആൾക്ക് എന്തെങ്കിലും ക്യാഷിൻ്റെ ആവശ്യം, കൂടുതൽ ഒരു എമൗണ്ടിൻ്റെ ആവശ്യം വരുന്നതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ അതിൻ്റെയൊക്കെ ഒരു ടെൻഷനും അതേപോലെ റിലേഷൻഷിപ്പിലൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. മേ ബി തേർഡ് പാർട്ടി സിറ്റുവേഷൻ, വേറെ ആരെങ്കിലുമൊക്കെ എതിർത്ത് നിൽക്കുന്ന ഒരു സിറ്റുവേഷനോ, മേ ബി ഫാമിലി ആയിരിക്കാം ഒരു തേർഡ് പാർട്ടി ആയിട്ട് നിൽക്കുന്നത്. സോ നിങ്ങൾ യൂണിവേഴ്സൽ കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു ട്രസ്റ്റ് കൊടുത്തു നിൽക്കുന്നതായിട്ട് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തിക്ക് എത്രയും പെട്ടെന്നൊരു കോണ്ടാക്റ്റ് നിങ്ങളുമായിട്ട് വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, ഒരു നോ കോണ്ടാക്റ്റ് ഒക്കെ ഉള്ളവരാണെങ്കിൽ പ്രത്യേകിച്ചും പല കാര്യങ്ങളും പറഞ്ഞ് ഒരു കോംപ്രമൈസിൽ എത്തണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. സോ സ്ട്രോങ്ലി മാനിഫെസ്റ്റ് ചെയ്യാൻ നമ്മൾക്ക് ബാക്കി കാർഡ്സ് കൂടി നോക്കാം. ഒരു സ്റ്റെബിലിറ്റിയാണ് നിങ്ങളുടെ വ്യക്തി ഈ ഒരു റിലേഷൻഷിപ്പിൽ ആഗ്രഹിക്കുന്നത്. നിങ്ങളെപ്പറ്റി ചിന്തിക്കുമ്പോഴെല്ലാം തന്നെ ഒരു സ്റ്റെബിലിറ്റി, നിങ്ങളുടെ ചോദ്യങ്ങൾക്കൊരു ഉത്തരം ഇനിയെങ്കിലും കൊടുക്കണം എന്നൊരു ചിന്തയിലാണ് ഈ വ്യക്തി. ഓക്കെ, സോ നമ്മൾക്ക് നോക്കാം. ഫസ്റ്റ് പൈൽ, യൂണിവേഴ്സ്, ഏഞ്ചൽസ്, ഡിവൈൻ. ഫസ്റ്റ് പൈൽ നമുക്ക് നോക്കാം. പോസിറ്റീവായിട്ടിരിക്കുക. യൂണിവേഴ്സ്, ഏഞ്ചൽസ്, ഡിവൈൻ. ഫസ്റ്റ് പൈൽ, പേജ് ഓഫ് കപ്സ് കിട്ടിയിട്ടുണ്ട്. ഈ വ്യക്തിക്ക് അറിയാം നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. എന്ത് സിറ്റുവേഷൻ വന്നാലും നിങ്ങൾ കൂടെ കാണും, അല്ലെങ്കിൽ എന്തൊരു സ്ട്രഗ്ലിംഗ് ഫേസ് വന്നാലും നിങ്ങൾ ഇട്ടിട്ട് പോകില്ല. കുറച്ച് ഡിസ്റ്റൻസ് ഇട്ടാൽ പോലും നിങ്ങൾ സ്റ്റിൽ അവിടെ ഉണ്ടായിരിക്കും. ഈ വ്യക്തിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും എന്ന് ഈ വ്യക്തിക്ക് നല്ല രീതിയിൽ അറിയാം. ഓക്കെ, ആ വ്യക്തി ഇഷ്ടപ്പെടുന്നതിലും കൂടുതൽ നിങ്ങൾ ആ വ്യക്തിനെ ഇഷ്ടപ്പെടുന്നുണ്ട്. അങ്ങനെ ചീറ്റ് ചെയ്യുകയോ കാര്യങ്ങളോ ഒന്നുമല്ല എന്ന് ഈ വ്യക്തി ഭയങ്കര സ്ട്രോങ്ലി ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളുള്ളൊരു ട്രസ്റ്റാണ് അത് ആ ഒരു പേജ് ഓഫ് കപ്സിൽ കാണാൻ സാധിക്കുന്നത്. ഓക്കെ, സോ നമ്മൾക്ക് നോക്കാം. യൂണിവേഴ്സ്, കിങ് ഓഫ് സോഡ്സ് ആൻഡ് ബോട്ടം ഓഫ് ദി ഡെക്ക്, 9 ഓഫ് റൂട്ട്സ് ആണ് കിട്ടിയിട്ടുള്ളത്. സോ എത്രയും പെട്ടെന്നൊരു കോണ്ടാക്റ്റ് യൂണിവേഴ്സായിട്ട് നമ്മൾക്ക് ഇവിടെ ഒരു മെസ്സേജ് തരുന്നത്, കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യുന്നത് നല്ലതാണ്. ഞാൻ ഫസ്റ്റിൽ പറഞ്ഞതുപോലെ തന്നെ ഒരു നോ കോണ്ടാക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുക. ഇവിടെ രണ്ടുപേരും ഒരു ചീറ്റിംഗ് എനർജിയോ കാര്യങ്ങളോ ഒന്നും കാണാൻ സാധിക്കുന്നില്ല. ആ വ്യക്തിക്കും നല്ലൊരു ട്രസ്റ്റ് ഉണ്ട് നിങ്ങളിൽ മേൽ. നിങ്ങൾ ഒരിക്കലും ചീറ്റ് ചെയ്തിട്ട് ഒന്നും പോകില്ല, കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വന്നാലും നിങ്ങൾ വെയിറ്റ് ചെയ്യും എന്ന ഒരു ട്രസ്റ്റ് ഉണ്ട്. സോ എത്രയും പെട്ടെന്നൊരു കമ്മ്യൂണിക്കേഷൻ, ഒരു കോൺവേഴ്സേഷൻ, അല്ലെങ്കിൽ നേരിട്ട് കാണാനോ ഒരു മെസ്സേജ്, കോൾ, ഓക്കെ, ഇതാണ് ആ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. റിലേഷൻഷിപ്പ് ബേസ് ചെയ്തിട്ട് നിങ്ങൾക്കൊരു ഉത്തരം കൊടുക്കണം, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു, മുന്നോട്ടേക്ക് എന്തായിത്തീരും എന്നൊരു ഉറച്ച ഒരു പേഴ്സൺ എപ്പോഴും കൂടെ കാണും. അങ്ങനെ നിങ്ങളുടെ മനസ്സിൽ പല ചോദ്യങ്ങളുണ്ടായിരിക്കാം. ഇതിനെല്ലാം ഒരു ഉത്തരം കൊടുക്കണം എന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് പറഞ്ഞ് സോൾവ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. വെയിറ്റ് ചെയ്യുന്നൊരു സിറ്റുവേഷൻ
സിറ്റുവേഷൻ തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ നോ കോണ്ടാക്റ്റ് ഒക്കെ ഉള്ളവരാണെങ്കിലും ആ ഒരു വ്യക്തി നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു എന്ന് തന്നെയാണ് ഈ ഒരു ഫസ്റ്റ് പൈലിൽ കാണാൻ പറ്റുന്നത്. ഓക്കെ, സോ നമ്മൾക്ക് ബാക്കി കാർഡ്സ് കൂടി നോക്കാം. യൂണിവേഴ്സ്, ഏഞ്ചൽസ്, ഡിവൈൻ, ഫസ്റ്റ് pile, universe, angels, divine, first pile, current feelings. 8 of swords ആണ് കിട്ടിയിട്ടുള്ളത്. കറൻ്റ്ലി ഞാൻ പറഞ്ഞില്ലേ, ഇനി എത്ര കാർഡ്സ് എടുത്താലും ഇത് തന്നെയായിരിക്കും റിപ്പീറ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ദ ലവേഴ്സ് കാർഡ് കിട്ടിയിട്ടുണ്ട്. ബോട്ടം ഓഫ് ദി ഡെക്ക് ഹാങ്ഡ് മാൻ ആണ് കിട്ടിയിട്ടുള്ളത്. ഇവിടെ 8 ഓഫ് കാർഡ്സ് ആൻഡ് ലവേഴ്സ് ആൻഡ് ബോട്ടം ഹാങ്ഡ് മാൻ ആണ് കിട്ടിയിട്ടുള്ളത്. ദാറ്റ് മീൻസ് നിങ്ങളുടെ പേഴ്സൺ എത്ര വേഴ്സ് സിറ്റുവേഷൻ ആണെങ്കിലും നിങ്ങളുമായിട്ടുള്ളൊരു കണക്ഷൻ ഒരിക്കലും നിന്നു പോകരുത് എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അത്രയും ഒരു ഡീപ്പ് കണക്ഷൻ, ഒരു അഡിക്ഷൻ പോലെ തന്നെ നിങ്ങളുടെ വ്യക്തിക്ക് തോന്നിയിട്ടുണ്ട്. എന്തോ മുൻ ജന്മത്തിൽ ബന്ധമുള്ളതുപോലെയോ അല്ലെങ്കിൽ ഭയങ്കര ഒരു കണക്ഷൻ, ഭയങ്കര തിക്കായിട്ടുള്ളൊരു കണക്ഷൻ ഫീൽ ചെയ്തിട്ടുണ്ട്. ഒരു അഡിക്ഷൻ എന്ന രീതിയിൽ തന്നെയാണ്. എത്രയൊക്കെ നിങ്ങൾ പിടിച്ചു വലിച്ച് മാറ്റിക്കൊണ്ട് പോകാൻ ശ്രമിച്ചാലും അല്ലെങ്കിൽ നിങ്ങളായിട്ട് തന്നെ മാറാൻ ശ്രമിച്ചാലും ആ വ്യക്തിയായിട്ട് മാറാൻ ശ്രമിച്ചാലും വീണ്ടും വീണ്ടും കണക്റ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനും അല്ലെങ്കിൽ ആ വ്യക്തിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഒരുപാട് ഇഷ്യൂസിൻ്റെ ഇടയിൽ നിൽക്കുന്ന ഒരു വ്യക്തി ഈ ഒരു റിലേഷൻഷിപ്പിൽ ഭയങ്കര ഒരു അഡിക്ഷൻ, എന്തൊക്കെ വന്നാലും ഇതിൽ നിന്ന് മാറിപ്പോകാൻ പറ്റുന്നില്ല. മേ ബി ഇത് നേരത്തെ പറഞ്ഞു നിർത്തിയിട്ടുള്ള കണക്ഷൻ ആയിരിക്കാം, പല ഇഷ്യൂസും ഇതിൻ്റെ ഇടയിൽ ഉണ്ടായിരിക്കാം, ഇനി ഒന്നിക്കുമോ എന്ന് പോലും അറിയാൻ പറ്റാതെ നിൽക്കുന്നൊരു സിറ്റുവേഷൻ ആയിരിക്കാം. ഈ ഒരു വ്യക്തി മുന്നോട്ടേക്ക് കാണുമോ എന്നും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം. ആ വ്യക്തിയും അതേപോലുള്ള കാര്യങ്ങളാണ് ചിന്തിക്കുന്നത്. ഓക്കെ, മുന്നോട്ടേക്ക് എന്തെന്ന് അറിയാൻ പറ്റുന്നില്ലെങ്കിലും രണ്ട് പേരും തമ്മിലുള്ള കണക്ഷൻ ഭയങ്കരമായിട്ട് എത്രയൊക്കെ ഡിസ്റ്റൻസ് ഇട്ടാലും വീണ്ടും വീണ്ടും കണക്റ്റ് ആകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് കണക്ഷനാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ആൻഡ് ദ ലവേഴ്സ് കാർഡ് ബോട്ടം ഹാങ്ഡ് മാനാണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ഇപ്പോൾ ഡിസ്റ്റൻസിൽ നിന്നാണെങ്കിൽ പോലും നിങ്ങളെ നോക്കി കാണുന്ന ഒരു സിറ്റുവേഷനാണ്, നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നൊരവസ്ഥയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് പൈലിനെ സംബന്ധിച്ച് ഒരു സിൻസിയറായിട്ട് തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന, എന്തൊക്കെ ഇഷ്യൂസ് വന്നാലും നിങ്ങളെ വീണ്ടും തിരിച്ച് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന, ആ വ്യക്തിയുടെ ലൈഫിൽ അത്രത്തോളം ഇഷ്യൂസ് ഉണ്ടായിട്ടും നിങ്ങളെ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സണെയാണ് കാണാൻ പറ്റുന്നത്. ഓക്കെ, സോ നിങ്ങളെല്ലാം യൂണിവേഴ്സൽ സറണ്ടർ ചെയ്യാൻ പോകുന്നൊരവസ്ഥ അല്ലെങ്കിൽ സറണ്ടർ ചെയ്തിട്ടുള്ളൊരവസ്ഥയുമാണ് ഈ ഒരു ഫസ്റ്റ് പൈലിനെ സംബന്ധിച്ച് കാണാൻ കഴിയുന്നത്. ഓക്കെ, സോ ഇതാണ് ഇന്നത്തെ ഫസ്റ്റ് പൈലിൻ്റെ റീഡിംഗ്. ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പ് നമ്പർ ഇൻസ്റ്റലിംഗ് കൊടുത്തിട്ടുണ്ട്, കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ആർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കോളിംഗ് സ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ റേക്കി ഹീലിംഗ് സ്ലോട്ടും അവൈലബിൾ ആണ്. ബുക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ്. സോ ടേക്ക് കെയർ, ബൈ. ഓക്കെ, സെക്കൻഡ് പൈൽ നമുക്ക് നോക്കാം. നിങ്ങളുടെ വ്യക്തിയെ പറ്റിയിട്ട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം അറ്റ് പ്രസൻറ്റ് ചിന്തിക്കുക. നമുക്ക് നോക്കാം. ഫസ്റ്റ് പൈൽ നല്ലൊരു റീഡിംഗ് തന്നെയായിരുന്നു. ഓക്കെ, 2 കാർഡ്സും വന്നിട്ടുണ്ട് ആൻഡ് ബോട്ടം ഓഫ് ദി ഡെക്കും കിട്ടിയിട്ടുണ്ട്. സോ നിങ്ങൾ ഓൾറെഡി പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ആയിരിക്കാം ഈ ഒരു പേഴ്സണെ പറ്റി ചിന്തിച്ചിട്ടുണ്ടാവുക. 9 ഓഫ് കപ്സ് കിട്ടിയിട്ടുണ്ട് ആൻഡ് ദ ഹൈ പ്രീസ്റ്റേഴ്സ്. ഈ ഒരു പേഴ്സണെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ നിങ്ങൾ ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. ഓക്കെ, എന്തായിരിക്കും ഈ ഒരു പേഴ്സൺ നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നത്? അങ്ങനെ എപ്പോഴും എനിക്ക് തോന്നുന്നു മോസ്റ്റ്ലി നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഈ ഒരു വ്യക്തിയെ പറ്റിയിട്ടോ ഈ ഒരു കണക്ഷനെ പറ്റിയിട്ടോ ആയിരിക്കാം കൂടുതലായിട്ടും ചിന്തിക്കുന്നത്. അത്രത്തോളം എനർജി കാർഡ്സൊക്കെ ജമ്പ് ചെയ്ത് വരുന്നൊരു സിറ്റുവേഷനാണ്. ആൻഡ് വന്ന കാർഡ്സോ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത്. ഓക്കെ, 6 ഓഫ് സോഡ്സ് ആൻഡ് 9 ഓഫ് കപ്സ് ആൻഡ് ബോട്ടം കിട്ടിയിട്ടുള്ളത് ദ ഹൈ പ്രീസ്റ്റേഴ്സ് ആണ്. ഈ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടിയിട്ടില്ല എന്നതാണ് ഒരു പ്രശ്നം. മേ ബി നിങ്ങൾ ഈ ഒരു റീഡിംഗ് ഇപ്പോൾ കാണുന്നത് പോലും ആ ഒരു പേഴ്സണെ പറ്റിയിട്ട് കൂടുതൽ കാര്യങ്ങൾ അറിയാനും മിസ് ചെയ്യുന്നുണ്ടോ ഇഷ്ടമാണോ എന്നറിയാൻ വേണ്ടിയിട്ടും ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടുന്നില്ല. അത് കിട്ടാനുള്ളൊരു ചാൻസ് ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കാം നിങ്ങൾ ഈ റീഡിംഗ് കാണുന്നത് പോലും. നിങ്ങൾ പല കാര്യത്തിനും ഈ റിലേഷൻഷിപ്പ് ബേസ് ചെയ്തിട്ടുള്ള പല കാര്യത്തിനും നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നൊരു സിറ്റുവേഷനാണ് കാണാൻ കഴിയുന്നത്. ഓക്കെ, നിങ്ങളുടെ വ്യക്തിനെ പറ്റി പറയുകയാണെങ്കിൽ 9 ഓഫ് കപ്സ് ആണ്. ആൾ ഭയങ്കരമായിട്ടൊരു
ക്യാഷ് ബേസ് സ്റ്റെബിലിറ്റി ആഗ്രഹിക്കുന്നുണ്ട്. മേ ബി പല കാര്യങ്ങളും മെറ്റീരിയലിസ്റ്റിക് അബണ്ടൻസ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നൊരു സിറ്റുവേഷൻ കാണാൻ കഴിയുന്നുണ്ട്. അതേപോലെ തന്നെ ആൾക്കും റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്തിട്ട് പല കാര്യത്തിലും കൺഫ്യൂഷൻ ഉണ്ട്. എന്താണ് മുന്നോട്ടേക്ക് നടക്കാൻ പോകുന്നത് എന്ന് അറിയാൻ പറ്റാതെ നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ് കാണാൻ കഴിയുന്നത്. ഒരു സ്റ്റെബിലിറ്റി റിലേഷൻഷിപ്പിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഭയങ്കരമായിട്ട് ക്യാഷിനൊരു പ്രയോറിറ്റി കൊടുക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. ഫസ്റ്റ് പ്രയോറിറ്റി ക്യാഷ് തന്നെയാണ് കാണാൻ കഴിയുന്നത് എന്നുണ്ടെങ്കിലും സെക്കൻഡ് പ്രയോറിറ്റി നിങ്ങളായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ഓക്കെ, ഒരു ക്യാഷ് ബേസ് സ്റ്റെബിലിറ്റി, ക്യാഷാണ് എല്ലാം, അല്ലെങ്കിൽ ഒരുപാട് ആവശ്യങ്ങൾ ക്യാഷ് ബേസ് ചെയ്തിട്ട് അറ്റ് പ്രസൻറ്റ് നിങ്ങളുടെ വ്യക്തിയുടെ ലൈഫിലുണ്ടായിരിക്കാം. ഒരു നല്ലൊരു ജോലിക്ക് വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ സ്വന്തമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, ഈ ഒരു റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ നിങ്ങളെ ബേസ് ചെയ്തിട്ട് കുറേയും കൂടി ഡീപ്പായിട്ട് കുറേയും കൂടി കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്, അല്ലെങ്കിൽ നിങ്ങളടുത്ത് കുറേ കാര്യങ്ങൾ പറഞ്ഞ് ഒരു ക്ലാരിറ്റി വരുത്തേണ്ടതായിട്ടുണ്ട് എന്ന് ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് അറ്റ് പ്രസൻറ്റ്. ഓക്കെ, സോ നമ്മൾക്ക് നോക്കാം ബാക്കി എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു റിലേഷൻഷിപ്പ് ബേസ് ചെയ്തിട്ട് ഇപ്പോൾ യൂണിവേഴ്സായിട്ട് തരുന്ന മെസ്സേജ്, ഈ വ്യക്തി എന്താണ് നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നത്. സോ നമ്മൾക്ക് നോക്കാം. സെക്കൻഡ് പൈൽ യൂണിവേഴ്സ്, ഏഞ്ചൽസ്, ഡിവൈൻ. സെക്കൻഡ് പൈൽ പോസിറ്റീവായിട്ടിരിക്കുക. നമുക്ക് നോക്കാം യൂണിവേഴ്സ്, ഏഞ്ചൽസ്, ഡിവൈൻ. ഫസ്റ്റ് സെക്ഷൻ പോസിറ്റീവായിട്ട് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. 5 ഓഫ് പെൻറ്റിക്കിൾസ് കിട്ടിയിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഈ റിലേഷൻഷിപ്പിൽ ഇടയ്ക്കെല്ലാം ഒരു ഇൻ ആൻഡ് ഔട്ട് എനർജി വരുന്നുണ്ട്. എന്ത് ചെയ്യണം എന്നറിയാൻ പറ്റാതെ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ. മേ ബി നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും വാക്കുതർക്കങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടാവുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ക്യാഷ് വൈസ് എന്തെങ്കിലും പ്രശ്നങ്ങൾ കാരണം, അതായത് വേറൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാരണം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു സ്റ്റെബിലിറ്റി ഇല്ലാത്ത അവസ്ഥ, എന്നാൽ കംപ്ലീറ്റ് ആയിട്ട് മറക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനുമാണ് കാണാൻ സാധിക്കുന്നത്. അത് മേ ബി നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നതിൻ്റെ, നിങ്ങൾ യൂണിവേഴ്സിൽ ട്രസ്റ്റ് ചെയ്യുന്നതിൻ്റെ ആ ഒരു പോസിറ്റീവ് എനർജി കൊണ്ടായിരിക്കാം വീണ്ടും വീണ്ടും ഇത് കണക്റ്റ് ആകുന്ന ഒരവസ്ഥയാണ് കാണാൻ കഴിയുന്നത്. ഓക്കെ, ഇടയ്ക്കിടയ്ക്ക് ഇതിൽ പല ക്ലാരിറ്റി ഇല്ലാത്ത അവസ്ഥകളും, അല്ലെങ്കിൽ ഒരു വാക്ക് തർക്കങ്ങളും, നോ കോണ്ടാക്ട് സിറ്റുവേഷനും, തേർഡ് പാർട്ടി സിറ്റുവേഷൻ, വേറൊരു വ്യക്തി വന്നതോ, അല്ലെങ്കിൽ ക്യാഷ് വൈസ് സ്റ്റെബിലിറ്റി ഇല്ലാത്തൊരവസ്ഥയോ ഇതിൽ ഭയങ്കരമായിട്ട് ഈ ഒരു സെക്കൻഡ് പൈലിനെ സംബന്ധിച്ച് കാണാൻ കഴിയുന്നുണ്ട്. ഓക്കെ, അത് ആ ഒരു പേഴ്സണെ സംബന്ധിച്ച് മെൻ്റലി കുറച്ചൊരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ, ആൻസൈറ്റിയിലോട്ട് കൊണ്ടുപോകുന്ന ഒരവസ്ഥയാണ് കാണാൻ കഴിയുന്നത്. മേ ബി അതുകൊണ്ടായിരിക്കാം ആളൊരു ക്ലാരിറ്റി തരാതെ നിൽക്കുന്നൊരവസ്ഥ, അല്ലെങ്കിൽ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നൊരു സിറ്റുവേഷൻ, ഒരു ഡിലേ ഈ ഒരു റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്തിട്ട് വരുന്നത്, നിങ്ങൾ കുറേയും കൂടി വെയിറ്റ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നതും, അറ്റ് പ്രസൻറ്റ് ഇങ്ങനെ ഒരു ലാഗ് അല്ലെങ്കിൽ ഒരു വെയിറ്റിംഗ് എനർജി വരുന്നതും ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കൊണ്ട് തന്നെയായിരിക്കാം. ഓക്കെ, ക്യാഷിന് ഒരുപാട് ആവശ്യമുള്ളൊരു സമയമായിട്ടും കാണിക്കുന്നുണ്ട്. തേർഡ് പാർട്ടി സിറ്റുവേഷൻ സ്ട്രോങ് ആണ് എന്ന് തന്നെയാണ് കാർഡ്സിൽ കാണാൻ കഴിയുന്നത്. ഓക്കെ, 2 ഓഫ് കപ്സ് ആൻഡ് ബോട്ടം ഓഫ് ദി ഡെക്ക് നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾ കിട്ടിയിട്ടുണ്ട്. സോ തീർച്ചയായിട്ടും മുന്നോട്ടേക്ക് വരുന്ന ആഴ്ചകൾ തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്തിട്ട് പോസിറ്റീവ് കാര്യങ്ങൾ നടക്കുമെന്ന് തന്നെയാണ് യൂണിവേഴ്സിൻ്റെ സൈഡിൽ നിന്ന് നമ്മൾക്കൊരു മെസ്സേജ് കിട്ടുന്നത്. ഈ ഒരു പേഴ്സൺ ഒരു ട്രാൻസ്ഫർമേഷൻ അല്ലെങ്കിൽ ഒരു മാറ്റം വരാനുള്ളൊരു ചാൻസ് നിങ്ങൾ എത്രത്തോളം യൂണിവേഴ്സിൽ ട്രസ്റ്റ് ചെയ്യുന്നുണ്ടോ, എത്രത്തോളം മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടോ, അതിനനുസരിച്ചൊരു മാറ്റം വരും. തീർച്ചയായിട്ടും ഇവിടെ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ഉള്ളവർക്കൊക്കെ വളരെ പോസിറ്റീവായിട്ട് ആ ഒരു പേഴ്സൺ തിരിച്ച് നിങ്ങളുടെ ലൈഫിൽ വരുന്നതായിട്ടും, ഒരു റീകൺസിലേഷൻ, റീയൂണിയൻ നടക്കുന്നതായിട്ടും, നിങ്ങൾക്ക് നേരിട്ട് കാണാനുള്ളൊരവസ്ഥ ഉണ്ടാവുന്നതായിട്ടും ഈ ഒരു സെക്കൻഡ് പൈലിനെ സംബന്ധിച്ച് കാണാൻ കഴിയുന്നുണ്ട്. ആൻഡ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഓൾറെഡി ഈ ഒരു പേഴ്സണ് ക്യാഷിന് ഒരുപാട് ആവശ്യം, മെറ്റീരിയലിസ്റ്റിക് അബണ്ടൻസ്, ഒരു ക്യാഷ് ബേസ് സ്റ്റെബിലിറ്റിയാണ് ഫസ്റ്റ് പ്രയോറിറ്റി എന്നുള്ളത്. സോ എന്താണോ നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നത് അത് ആ വ്യക്തിക്ക് കിട്ടുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. ഒരു നല്ലൊരു ജോലിയാണ്, അല്ലെങ്കിൽ ജോലിയിലൊരു മാറ്റമാണ്, സ്വന്തമായിട്ട് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യണം എന്നൊരു ആഗ്രഹമാണ്. എന്താണോ ക്യാഷ് വൈസ് നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നത് അത് ആ വ്യക്തിയിലേക്ക് എത്തിച്ചേരുന്നൊരവസ്ഥയാണ് വരും മാസങ്ങളിൽ കാണാൻ കഴിയുന്നത്. അതുമൂലം നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റി റിലേഷൻഷിപ്പിലും വരുന്നു. ആദ്യം പറഞ്ഞ ആ ഒരു ആൻസൈറ്റി അല്ലെങ്കിൽ ആ ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ളൊരു സിറ്റുവേഷന് ഒരു കുറവ് വരുന്നു, ഒരു പ്രശ്നം ഇവിടെ സോൾവ് ആകുന്നൊരു സിറ്റുവേഷനാണ് കാണിക്കുന്നത്. ഓക്കെ, ക്യാഷ് എന്നൊരു കാര്യത്തിൻ്റെ പ്രശ്നങ്ങളെല്ലാം തന്നെ ഇവിടെ സോൾവ് ആകുന്നൊരവസ്ഥയാണ് കാണാൻ കഴിയുന്നത്. സോ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ മാറുകയാണ്. നിങ്ങളടുത്ത് കുറേയും കൂടി ടൈം സ്പെൻഡ് ചെയ്യാൻ കഴിയുന്നു, അല്ലെങ്കിൽ ആ ഒരു സ്ട്രെസ്സ് മാറിയിട്ട് നിങ്ങളടുത്തൊന്ന് സംസാരിക്കാൻ കഴിയുന്നു, ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷനിലേക്ക് വരാൻ പറ്റുന്നൊരവസ്ഥയിലേക്ക് വരുന്നു. വളരെ പോസിറ്റീവാണ് ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ. ക്യാഷാണ് നിങ്ങളുടെ ഇടയിലെ പ്രശ്നം,
ജോലിയാണ് നിങ്ങളുടെ ഇടയിലെ പ്രശ്നം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു മാറ്റം വരുന്നതായിട്ടാണ് ഈ ഒരു സെക്കൻഡ് പൈലിനെ സംബന്ധിച്ച് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ഉള്ളവർക്കും ഒരു കോണ്ടാക്റ്റ് കിട്ടുന്നതായിട്ടും നേരിട്ട് കാണാൻ കഴിയുന്നതായിട്ടും വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങൾക്കൊരു കോൾ മെസ്സേജ് പ്രതീക്ഷിക്കാം. നോ കോണ്ടാക്ട് റൂൾ അപ്ലൈ ചെയ്യുക. അങ്ങോട്ടേക്ക് പോയൊരു മെസ്സേജ് കോളൊന്നും അതിനൊന്നും ശ്രമിക്കാതിരിക്കുക. ഓക്കെ, യൂണിവേഴ്സൽ സറണ്ടർ ചെയ്യുക. നമ്മൾക്ക് ബാക്കി കാർഡ്സ് കൂടി എന്തൊക്കെയാണെന്ന് നോക്കാം. സെക്കൻഡ് പൈൽ യൂണിവേഴ്സ്, ഏഞ്ചൽസ്, ഡിവൈൻ. സെക്കൻഡ് പൈൽ പോസിറ്റീവായിട്ടിരിക്കുക. 4 ഓഫ് പെൻറ്റിക്കിൾ കാണാൻ കഴിയുന്നുണ്ട്. ദാറ്റ് മീൻസ് മേ ബി നിങ്ങളുടെ വ്യക്തി നിങ്ങളെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ ഫ്രണ്ട്സിനടുത്തോ ഫാമിലി മെമ്പേഴ്സിനടുത്തോ ചർച്ച ചെയ്യുന്നൊരു സിറ്റുവേഷൻ. ഓക്കെ, ഒന്നിൽ കൂടുതൽ ആൾക്കാരെടുത്ത് നിങ്ങളുടെ കാര്യങ്ങൾ പറയുന്നതായിട്ട് കാണാൻ കഴിയുന്ന ഒരു അവസ്ഥയുണ്ട്. ആൻഡ് 4 ഓഫ് സൂട്ട്സ് ആൻഡ് ബോട്ടം ഓഫ് ദി ഡെക്ക് ഏസ് ഓഫ് പെൻറ്റിക്കിൾ ആണ് കിട്ടിയിട്ടുള്ളത്. അത്രയ്ക്കൊരു സ്മൂത്ത് ഗോയിങ് അല്ലാത്ത കണക്ഷൻ ആയിരുന്നു. ഭയങ്കര ഒരു ഇൻ ആൻഡ് ഔട്ട് എനർജി റിലേഷൻഷിപ്പ് ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൻ്റെ സൈഡിൽ നിന്നും ഒരു ആക്ഷൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒട്ടും മിണ്ടാത്തൊരു വ്യക്തി അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്തിട്ട് പോയിട്ടുള്ളൊരു പേഴ്സൻ്റെ സൈഡിൽ നിന്നും നിങ്ങൾക്കൊരു കോണ്ടാക്റ്റ് കിട്ടാനുള്ളൊരു ചാൻസ് അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി കിട്ടാനുള്ളൊരു ചാൻസ് ഉണ്ട്. എന്ത് മുന്നോട്ടേക്ക് ചെയ്യണം എന്നുള്ളൊരു തീരുമാനം നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നൊരവസ്ഥയിലേക്ക് പോകുന്നുണ്ട്. കൂടുതൽ പേർക്കും ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, എന്നാലും ഒരു 60% ആൾക്കാർക്കും പോസിറ്റീവായിട്ട് തന്നെ ഈ ഒരു കണക്ഷൻ മുന്നോട്ടേക്ക് സ്മൂത്തായിട്ട് തന്നെ പോകും എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. വളരെ പോസിറ്റീവാണ്. നിങ്ങൾക്ക് ഒരു പേഴ്സണെ ട്രസ്റ്റ് ചെയ്യാൻ കഴിയും. ഒരു 60% ആൾക്കാർക്കും ഇവിടെ തീർച്ചയായിട്ടും പോസിറ്റീവ് ഔട്ട്കം തന്നെയാണ്, ഒരു ആക്ഷൻ ഉണ്ടാകുന്നത് പോസിറ്റീവാണ് എന്നത് തന്നെയാണ് ഈ ഒരു സെക്കൻഡ് പൈലിൽ കാണാൻ കഴിയുന്നത്. അതേപോലെ 4444 444 ഏഞ്ചൽ നമ്പർ കാണാനുള്ളൊരു ചാൻസ്, 2222 222 ഏഞ്ചൽ നമ്പർ കാണാനുള്ളൊരു ചാൻസുമുണ്ട്. റിലേഷൻഷിപ്പ് ബേസ് ചെയ്തിട്ട് ഒരു സ്റ്റെബിലിറ്റി വരുന്നതിൻ്റെ സൂചനയാണ്, അല്ലെങ്കിൽ ഒരു കോണ്ടാക്റ്റ് കിട്ടുന്നതിൻ്റെയോ ഒരു മാറ്റം റിലേഷൻഷിപ്പിൽ വരുന്നതിൻ്റെ മുൻപായിട്ടാണ് നിങ്ങൾ ഇങ്ങനെ ഒരു ഏഞ്ചൽ നമ്പർ, ഈ ഒരു പാറ്റേണിലുള്ള ഏഞ്ചൽ നമ്പേഴ്സ് കാണുന്നത്. ഓക്കെ, സോ ഹാപ്പി ആയിട്ടിരിക്കുക. നമ്മൾക്ക് ബാക്കി കാർഡ്സ് കൂടി എന്തൊക്കെയാണെന്ന് നോക്കാം. യൂണിവേഴ്സ്, ഏഞ്ചൽസ്, ഡിവൈൻ. സെക്കൻഡ് പൈൽ പോസിറ്റീവായിട്ടിരിക്കുക. യൂണിവേഴ്സ്, ഏഞ്ചൽസ്, ഡിവൈൻ. ഓക്കെ, ഒരു കാർഡ് ജമ്പ് ചെയ്ത് വന്നിട്ടുണ്ട്. കിങ് ഓഫ് പെൻറ്റിക്കിൾ. ആൻഡ് നെക്സ്റ്റ് കാർഡ് പോസിറ്റീവായിട്ടിരിക്കുക. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക. വിൽ ഓഫ് ഫോർച്യൂൺ ആൻഡ് ബോട്ടം ഓഫ് ദി ഡെക്ക് ക്യൂൻ ഓഫ് കപ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. സോ യൂണിവേഴ്സിൻ്റെ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും മുന്നോട്ടേക്കും. അതായത് ലൈഫ് ലോങ് ഈ ഒരു പേഴ്സൻ്റെ കോണ്ടാക്റ്റ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കീപ്പ് ചെയ്യാനായിട്ട് കഴിയുന്നൊരു സിറ്റുവേഷൻ ഉണ്ടാകും. നിങ്ങൾ ഒരിക്കലും ഈ ഒരു പേഴ്സൺ ഇടയ്ക്ക് വെച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഒരു നോ കോണ്ടാക്റ്റിലേക്ക് പോകുമോ എന്നുള്ള കാര്യങ്ങളൊന്നും പേടിക്കേണ്ട. നിങ്ങൾ കുറച്ച് സമയം അനുവദിച്ചു കൊടുക്കുക. വിൽ ഓഫ് ഫോർച്യൂൺ വന്നിട്ടുണ്ട്. ഈ ഒരു പേഴ്സണായിട്ട് നിങ്ങൾക്ക് മുന്നോട്ടേക്കും ഒരു കോണ്ടാക്റ്റ് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാവുന്നതാണ്. നിങ്ങൾ ഒന്നിച്ചു കഴിഞ്ഞാൽ മെറ്റീരിയലിസ്റ്റിക് അബണ്ടൻസ് ഉണ്ടാകുന്നുണ്ട്. പല കാര്യങ്ങളും നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് ചെയ്ത് തീർക്കാൻ പറ്റുന്നൊരവസ്ഥയിലേക്ക് വരും. ഓക്കെ, യൂണിവേഴ്സിൻ്റെ ഒരു സപ്പോർട്ട് ഉണ്ടായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങൾ എത്രത്തോളം ട്രസ്റ്റ് ചെയ്യുന്നു അതിനനുസരിച്ച് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ ആ ഒരു റിസൾട്ട് കിട്ടുന്നതാണ്. 6 ഓഫ് സോഡ്സിൽ നിന്നും നമ്മൾക്ക് ക്യൂൻ ഓഫ് കപ്സ് വരെയാണ് കിട്ടിയിട്ടുള്ളത്. ആ ഒരു വെയിറ്റിംഗ് എനർജി മാറി കിട്ടാൻ പോകുന്ന ഒരവസ്ഥ. ഓക്കെ, എത്രത്തോളം നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുന്നു അത്രത്തോളം വേഗം തന്നെ ഫാസ്റ്റായിട്ട് തന്നെ ഒരു സ്റ്റെബിലിറ്റി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വന്നു ചേരുന്നു. അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൻ്റെ സൈഡിൽ നിന്ന് നിങ്ങൾക്കൊരു ആക്ഷൻ പ്രതീക്ഷിക്കാം. 4 ഓഫ് സോഡ്സ് വിത്ത് വിൽ ഓഫ് ഫോർച്യൂൺ ആണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. എത്രത്തോളം പോസിറ്റീവാണ്. ഓക്കെ, സോ ഹാപ്പി ആയിട്ടിരിക്കുക. ഈ ഒരു സെക്കൻഡ് പൈൽ ഈ ഒരു ക്യാഷ് വേസ് സ്റ്റെബിലിറ്റി ഇല്ലാത്തൊരു സിറ്റുവേഷൻ, തേർഡ് പാർട്ടി സിറ്റുവേഷൻ, ഒരു മാറ്റം വരുന്നുണ്ട്. ആ ഒരു എനർജിയിൽ ഒരു ചേഞ്ച് ഇവിടെ കാണിക്കുന്നുണ്ട്. സോ നമ്മൾക്കതൊരു പോസിറ്റീവ് ചേഞ്ച് തന്നെയാണ് റിലേഷൻഷിപ്പ് ബേസ് ചെയ്തിട്ട്. ആൻഡ് നിങ്ങളുടെ പേഴ്സണലി ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്, മിസ് ചെയ്യുന്നുണ്ട്, നേരിട്ടൊന്ന് കാണണം, സംസാരിക്കണം, റിലേഷൻഷിപ്പിൽ സ്റ്റെബിലിറ്റി വരണം, ക്യാഷ് വേസ് സ്റ്റെബിലിറ്റി ഫസ്റ്റ് ഓഫ് ഓൾ വരണം, ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം എന്നെല്ലാം തന്നെ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, സോ ഇതാണ് സെക്കൻഡ് പൈലിൻ്റെ റീഡിംഗ്. ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഇൻസ്റ്റലിംഗ് കൊടുത്തിട്ടുണ്ട്, കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ആർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കോളിംഗ് സ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ റേക്കി ഹീലിംഗ് സ്ലോട്ടും അവൈലബിൾ ആണ്. ബുക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ്. സോ ടേക്ക് കെയർ, ബൈ.